തിരുവനന്തപുരത്ത് നിന്ന് കേരള വിഷൻ ന്യൂസ് പ്രതിനിധി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ബിനോയുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ എല്ലാം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് ഇപ്പോൾ ഏത് രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്? കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് വളരെ വിചിത്രമായ രീതിയിലൊക്കെയാണ് അതിൻ്റെ ചില കണക്കുകളൊക്കെ വരുന്നത്. BJPക്ക് 3 മുതൽ 3 സീറ്റുകൾ വരെയൊക്കെ പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, ഒപ്പം തന്നെ കൊല്ലം, പത്തനംതിട്ട തുടങ്ങി തെക്കൻ കേരളത്തിലെ മണ്ഡലം, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ മുന്നണികളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ലബീഷ്, തെക്കൻ കേരളത്തിലെ 2 മണ്ഡലങ്ങളിലാണ് BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതേസമയം പത്തനംതിട്ടയിൽ BJPക്ക് 2ാം സ്ഥാനത്തെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ UDFന് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കൊല്ലത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലുമെല്ലാം. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ UDFന് കഴിഞ്ഞു. അതേ വിജയം ഇത്തവണയും ഈ 4 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നിലനിർത്താൻ കഴിയും, ഒപ്പം മാവേലിക്കരയിലും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തേക്ക് നമ്മൾ വരുമ്പോൾ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം 99,989 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിനുണ്ടായത്. അവിടെ 2ാം സ്ഥാനത്തേക്ക് BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ എത്തുന്നു. 3ാം സ്ഥാനത്തേക്കാണ് C ദിവാകരൻ പോയത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വ്യത്യാസം വോട്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലായാലും ഉണ്ടായിരുന്നു. അതേ തരത്തിൽ തന്നെ ഇപ്രാവശ്യവും വലിയ ഒരു മാറ്റം വരാതെ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ അല്പമൊന്ന് കുറവ് വരും എങ്കിൽ പോലും ഒരു വിജയം ഉറപ്പാക്കിയ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും ന്യൂനപക്ഷ സമുദായവും ഒപ്പം തീരദേശ മേഖലയും കോൺഗ്രസിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിൽ ഒരു വലിയ പിന്തുണ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തീരദേശ മേഖലയിൽ നിന്നും കോൺഗ്രസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതേസമയം BJPയുടെ വോട്ട് പലപ്പോഴും നഗര കേന്ദ്രീകൃതമാണ്. തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാര്യമായ രീതിയിൽ, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാര്യമായ രീതിയിൽ ഒരുപക്ഷെ BJPക്ക് എല്ലായ്പ്പോഴും വോട്ട് കിട്ടുന്ന സാഹചര്യമുള്ളത്. ഇത്തവണയും അത്തരത്തിൽ BJPക്ക് വോട്ട് കിട്ടും. അങ്ങനെയാണ്. അതുകൂടാതെ തീരദേശ മേഖലയിൽ നിന്നും കാര്യമായ തരത്തിൽ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ BJPക്കുമുണ്ട്. അതുകൊണ്ടാണ് BJP ഒരു വിജയം ഉറപ്പിച്ച മട്ടിൽ BJPയും സംസാരിക്കുന്നത്. അതേസമയം CPI ആകട്ടെ പറയുന്ന ഒരു കാര്യമുണ്ട്. LDFന് ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഭരണപരമായ നേട്ടങ്ങൾ ഓരോന്നെടുത്തു കാണിക്കുകയും അതുപോലെ തന്നെ CAAക്കെതിരെ CPM നടത്തിയ ക്യാമ്പയിനുകൾ, അല്ലെങ്കിൽ LDF ഒറ്റക്കെട്ടായി നടത്തിയ ക്യാമ്പയിനുകളെല്ലാം തന്നെ ഫലം കണ്ടു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമാകും. അതുകൊണ്ട് പന്ന്യൻ്റെ വിജയ സാധ്യതയും അവർ തള്ളിക്കളയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വോട്ടിംഗ് ശതമാനത്തിലെ കുറവാണ്. എന്നാൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ് ഒരു പക്ഷേ മുൻപൊക്കെ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ് അങ്ങനെ ഒരു പാർട്ടിക്കും അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇരുവിഭാഗങ്ങളിലും അത്തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന രീതിയിൽ വിജയം പ്രതീക്ഷിക്കുകയും വേണ്ട. അത്തരത്തിൽ ആ ഫലം തന്നെ മാറിമറിയുകയും ചെയ്യും. തിരുവനന്തപുരത്തും അങ്ങനെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മേഖലകൾ, തീരദേശ മേഖലകളിൽ നിന്നൊക്കെ വൈകുന്നേരത്ത് പോളിംഗ് സമയം കഴിഞ്ഞതിന് ശേഷവും ആളുകൾ കാത്തുനിന്ന് വോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ കാര്യമായ രീതിയിൽ തീരദേശ മേഖലയിലൊക്കെ വോട്ടിംഗ് നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫലം അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും UDFൻ്റെ വിജയപ്രതീക്ഷയും LDFൻ്റെ വിജയപ്രതീക്ഷയും BJPക്കും എല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷ തരുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ, ആറ്റിങ്ങലിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് അടൂർ പ്രകാശിനെ എത്തിച്ചുകൊണ്ട് ആറ്റിങ്ങൽ പിടിച്ചെടുക്കുകയായിരുന്നു. അത് CPMൻ്റെ കോട്ടയായിരുന്നു. ആ കോട്ട കഴിഞ്ഞ പ്രാവശ്യം കോന്നിയിലെ MLA ആയിരുന്ന അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ എത്തിച്ചുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 38,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ചത്. അത്തരത്തിൽ ഒരു വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു ചെറിയ ആശങ്ക കോൺഗ്രസിലുള്ളത്. കാരണം CPM ജില്ലാ സെക്രട്ടറി കൂടിയായ V. ജോയി ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുഴുവൻ മിഷണറിയും, അതായത് ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വരെയുള്ള മുഴുവൻ നേതാക്കളെയും ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വീടുകൾ കയറിയിറങ്ങി പാർട്ടി നടത്തിയ ക്യാമ്പയിൻ വർക്കുകൾ അത് ഫലപ്രദമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന് വിജയം പ്രതീക്ഷിക്കാം എന്ന തരത്തിലേക്കാണ് LDFൻ്റെ പ്രതീക്ഷ
പ്രതീക്ഷകൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും വർക്കല നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയാണ് വി ജോയ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. അതിനപ്പുറം ജനകീയ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ വർക്കലയുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ചിറയൻകീഴ്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലൊക്കെ തന്നെ കാര്യമായ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ CPM-ന് അവിടെ വീണ്ടും ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ CPM-നുണ്ട്. അത്തരത്തിൽ ആണ് CPM വിജയം പ്രതീക്ഷിക്കുന്നത്. അതേസമയം UDF ആകട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും തീരമേഖലയും ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണയും കാര്യമായി കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയുന്നു. മാത്രവുമല്ല ഭരണവിരുദ്ധ വികാരം വളരെ കാര്യമായി കോൺഗ്രസിന് അനുകൂലമായി എന്ന് പറയുന്നുണ്ട്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്, മലയോര മേഖല ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അവരുടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ചയാക്കുകയും അതുവഴി ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം BJP സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എത്തിയത് V മുരളീധരനാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, വിദേശകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പ്രത്യേകിച്ചും തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കാണാതായ ആളുകൾ, വിദേശ രാജ്യത്ത് സൈന്യത്തിൻ്റെ പിടിയിലായ ആളുകൾ, അങ്ങനെയുള്ളവരെയൊക്കെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി V മുരളീധരൻ നടത്തിയ പ്രവർത്തനങ്ങൾ തീരദേശ മേഖലയിൽ എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ചും അഞ്ചുതെങ്ങ്, ചെറിയൻകീഴ് മണ്ഡലത്തിലെ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു സമ്മതം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു അനുകൂല നിലപാട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമാകുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല BJP കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഏകദേശം 3 ലക്ഷത്തിലധികം വോട്ട് BJP കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നേടിയിരുന്നു. അത് അതേപടി നിലനിർത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവും മാത്രവുമല്ല ഇരു മുന്നണികൾ UDF-നോടും LDF-നോടും അകന്നു നിൽക്കുന്നവരുടെ വോട്ട് BJPക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJP വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ 3 മുന്നണികളും അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും എക്സിറ്റ് പോളുകളിലൂടെ കടന്നു പോകുമ്പോഴേക്കും BJPക്ക് ഒരു 1 മുതൽ 3 വരെ സീറ്റ് പറയുന്നതിൽ ഒരെണ്ണം ആറ്റിങ്ങലാണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൂടി നോക്കുമ്പോൾ BJPക്ക് വലിയ പ്രതീക്ഷയാണ് ആറ്റിങ്ങലുള്ളത്. ഇനി കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് NK പ്രേമേന്ദ്രനാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 1,48,000-ലധികം ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് NK പ്രേമേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലിനെയാണ് കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് കൊല്ലത്തുള്ളതെന്ന് പറയുന്നു. എതിർ സ്ഥാനാർത്ഥി എത്തിയത് കൊല്ലം MLA ആയ M മുകേഷ് ആയിരുന്നു. M മുകേഷും നഗരത്തിൽ ജനസമ്മതനാണ്. അതേസമയം കൊല്ലം മണ്ഡലം മലയോര മേഖലകളിലൂടെ വ്യാപിച്ചു തീരദേശത്തൂടെ കടന്നു പോകുന്ന വിശാലമായ ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും ചവറ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകൾ, അതുപോലെ തന്നെ തെന്മല ഉൾപ്പെടെയുള്ള മറ്റ് വനമേഖലകൾ എല്ലാം കടന്നു പോകുന്ന ഒരു വലിയ മണ്ഡലമാണ് കൊല്ലം. പുനലൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ അതിനകത്ത് ഉൾപ്പെടുന്നു. ആ കൊല്ലം മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും NK പ്രേമേന്ദ്രൻ്റെ ജനസമിതി അത് ഇത്തവണയും വോട്ടായി മാറും. എന്നാൽ UDF പറയുന്നൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം അത്രയും തന്നെ ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും വലിയ തരത്തിലെ വിജയം കൊല്ലത്ത് ലഭ്യമാകും എന്ന് പറയുന്നുണ്ട്. അതേസമയം വൈകിയാണ് NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ എത്തിയതെങ്കിൽ പോലും കൃഷ്ണകുമാറും എത്തിയ ഉടൻ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് നിലയിൽ കാര്യമായ വർധന ഉണ്ടാക്കാൻ BJP കഴിയും എന്നുള്ള പ്രതീക്ഷയും BJPക്കുണ്ട്. LDF-നാകട്ടെ കൃത്യമായും LDF-ൻ്റെ കോട്ടയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കുണ്ടറ ഒഴികെ കൊല്ലം ജില്ലയിലെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും, കുണ്ടറയും കരുനാഗപ്പള്ളിയും ഒഴികെ, കരുനാഗപ്പള്ളി ആലപ്പുഴയിലാണ്. കുണ്ടറ മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും UDF-ന് പോയത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ LDF-ന് നല്ല വിജയം നേടാൻ കഴിഞ്ഞ മണ്ഡലങ്ങളാണ് ഒപ്പമുള്ളത്. മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും കാര്യമായ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ LDF-ന് അവിടെ വിജയം കൈവരിക്കാൻ കഴിയും. ഒരു അട്ടിമറി വിജയത്തിലൂടെ LDF-ന് പാർലമെൻറ്റിലെത്താൻ കഴിയുന്നൊരു പ്രതീക്ഷയും LDF-നുണ്ട്. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കുറവായിരുന്നു അവിടുത്തെ വോട്ടിംഗ് ശതമാനം. മത്സരത്തിൻ്റെ രീതിയും എല്ലാം തന്നെ വളരെ കടുപ്പമേറിയതും കാഠിന്യമേറിയതുമായിരുന്നു. അവിടെ 3 പ്രാവശ്യം MP ആയിരുന്ന ആൻഡോ ആൻ്റണിയാണ് ഇപ്രാവശ്യവും UDF-ൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് രംഗത്തിറക്കിയത്. കാരണം പത്തനംതിട്ട ജില്ലയിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കൂടാതെ കോട്ടയത്ത് നിന്നുള്ള 2 മണ്ഡലങ്ങൾ കൂടി ഇതിനോട് ഒപ്പം ചേരുന്നുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലാണ് UDF-ന് വലിയ തരത്തിലുള്ള വോട്ട് പ്രതീക്ഷിക്കുന്നത്. ആ 2 മണ്ഡലങ്ങൾ കൂടാതെ റാന്നിയിലും കോന്നിയിലും ഒപ്പം ആറന്മുള നിയമസഭാ മണ്ഡലത്തിലും എല്ലാം തന്നെ
കാര്യമായ തരത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം കൂടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും ഈ 3 പേരും, അതായത് BJP-യുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സ്ഥാനാർത്ഥികൾ ജില്ലയിൽ നിന്ന് പുറത്തുള്ളവരായിരുന്നു ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ 3 പേരും ജില്ലയിൽ നിന്ന് പുറത്തു വന്ന് മത്സരരംഗത്തേക്ക് എത്തുന്നു. അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയത് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ മുൻ ധനമന്ത്രിയുമായിരുന്ന തോമസ് ഐസക്കാണ്. അദ്ദേഹത്തിനും അവിടെ വലിയ തരത്തിൽ പ്രവർത്തനം നടത്തുവാൻ പാർട്ടി ഒന്നടങ്കം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായി UDF-നെ മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി, NDA-യുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് ആയിരുന്നു. അനിൽ ആന്റണിയെ സംബന്ധിച്ചോളം ആദ്യഘട്ട വോട്ടർ BJP പുറത്തിറക്കിയ ആദ്യഘട്ട വോട്ടർ പട്ടികയിലൂടെ തെരഞ്ഞെടുപ്പിന് രംഗത്തേക്ക് എത്തിയ ആളാണ്. ആ ജില്ലക്കാരനല്ല എങ്കിൽ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജില്ലയിൽ എല്ലായിടത്തും എത്തിച്ചേരുവാനും അനിൽ ആന്റണിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ 2.5 ലക്ഷത്തിലധികം വോട്ടാണ് BJP-ക്ക് അവിടെ ലഭ്യമായിരുന്നത്. അതേസമയം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം 44,243 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UDF-ന് അവിടെ കിട്ടിയ വോട്ട്. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിലുണ്ടായ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളെ കൃത്യമായും BJP വോട്ടായി അവർ പ്രയോജനപ്പെടുത്തി. അങ്ങനെയാണ് ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞതെന്നാണ് UDF-ൻ്റെ വിശ്വാസം. എന്തായാലും ഇത്തവണ അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളും ഒപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകളും കൃത്യമായി കോൺഗ്രസിനൊപ്പം ചേരും എന്നുള്ള പ്രതീക്ഷ UDF-നുമുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ കോൺഗ്രസും CPM-ഉം അവിടെയും പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം 2ാം സ്ഥാനത്തേക്ക് BJP എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJP നേതാക്കളും പറയുന്നത്. കാരണം BJP-ക്ക് ജയിക്കാൻ പ്രാപ്തമായ ഒരു വോട്ട് പത്തനംതിട്ടയിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല. കാരണം ഏകദേശം 13 മുതൽ 14% വരെ വോട്ടർമാരാണ് BJP-ക്ക് അനുകൂലമായി അവിടെ വോട്ട് ചെയ്യുന്നവരുള്ളത്. പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതുമാണ്. അതേസമയം അവിടെ ഒരു പന്തളം പോലെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP-യാണ്. എന്നിരുന്നാൽ പോലും BJP-ക്ക് അകത്തുള്ള ചില അന്തചിത്രങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2ാം സ്ഥാനവും ഒരു പക്ഷേ പ്രതീക്ഷകൾ മാത്രമായി മാറാനാണ് സാധ്യത. ലിബീഷ്. ശരി, തെക്കൻ കേരളത്തിലെ സമഗ്ര ചിത്രമാണ് ബിനോയ് പങ്കുവച്ചത്.